അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. വെൽക്കം ടു ട്രൂ ഫെയ്ത്ത്. നമ്മൾ ഇന്നുള്ളത് മിസ്റ്റർ അബ്ദുറഹ്മാൻ്റെ കൂടെയാണ്. താങ്കൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് 2016 വർഷത്തിലാണ്. ജയിലിൽ വെച്ചായിരുന്നു താങ്കളുടെ ഇസ്ലാം സ്വീകരണം. മതത്തെ കുറിച്ചിട്ടാണ് പഠിക്കാൻ വേണ്ടി. കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ എനിക്കുണ്ടായി. റഹ്മാൻ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ മാതാപിതാക്കളുടെ പ്രതികരണം ഏത് തരത്തിലായിരുന്നു? ആദ്യമൊക്കെ ദേഷ്യമായിരുന്നു. ഇപ്പോഴും ദേഷ്യമില്ലായികയില്ല, എന്നാലും എനിക്ക് അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം ഇസ്ലാം അതാ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഒരു സഹാബി വനിത വന്ന് ചോദിക്കുകയുണ്ടായാലോ, റസൂലെ, എൻ്റെ മാതാവ് വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിൽ, ഞാൻ അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? ആ മാതാവ് അവിശ്വാസിയായിരുന്നു. ഈ സ്വഹാബി വനിത ഇസ്ലാം സ്വീകരിച്ചൊരു വനിതയാണ്. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ പരിശുദ്ധമായ ഖുർആനും പ്രവാചകൻ്റെ വചനങ്ങളുമാണ്. ആ പ്രവാചക വചനം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നിൻ്റെ മാതാവിനോട് നീ ഏറ്റവും നല്ല നിലയിൽ സൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ ഈ വിശ്വാസം ഒരിക്കലും മാതാപിതാക്കളുമായിട്ടോ അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരായിട്ടോ ഒരിക്കലും ബന്ധം മുറിക്കാൻ നമുക്ക് പാടില്ല. അവരുമായി ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കാനാണ് ഇൻഷാ അല്ലാഹ് മനസ്സിലായിട്ടുള്ളത്. എൻ്റെ ഉമ്മാനെ എനിക്ക് അന്നും സ്നേഹമാണ്, ഇന്നും സ്നേഹമാണ്. എന്നെ ഉമ്മ എന്നോട് ആവശ്യപ്പെട്ടാലും ഞാൻ ആ കാര്യം ചെയ്തു കൊടുക്കും. മാഷാ അല്ലാഹ് ഉമ്മക്ക് എന്നോടും നല്ല രീതിയിൽ സ്നേഹമാണ്. അവിടെ ഒരു കാര്യം പറയാനുള്ളത്, സമൂഹത്തിൽ സാധാരണ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ തെറ്റിദ്ധാരണ പരത്താറുള്ള ഒരു കാര്യമാണ്, ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ മുസ്ലിമായ മാതാപിതാക്കളെ ഉപേക്ഷിച്ചാൽ മാത്രമാണ് അയാൾക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോളിസി കൂടി അതിലുണ്ട് എന്നുള്ളത് സമൂഹത്തിൽ പൊതുവെ ഉള്ളൊരു ധാരണയാണ്. എന്നാൽ താങ്കൾക്ക് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തേണ്ടതായി വന്നോ? ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയോ? റബ്ബ് പറയുന്നുണ്ട്, അനിസ്കുറുലി വലി വാലിദൈക്ക, നിങ്ങൾ എനിക്ക് നിങ്ങളെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നുള്ളത്. അവിടെ വിശ്വാസികളോ എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ റബ്ബിനോടുള്ള കടമകൾ കഴിച്ചാൽ ഒരു മനുഷ്യന് ഭൂമിയിലെ ഏറ്റവും കടമ അവൻ്റെ മാതാവിനോടാണെന്നാണ് പ്രവാചകൻ്റെ അധ്യാപനം. ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന ആളുകളോട് എനിക്കും പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇസ്ലാമിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെ കളവാക്കുന്ന ആളുകളിൽ നിന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം നാമധാരികളിൽ നിന്നോ അല്ല. ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കേണ്ടത് പരിശുദ്ധമായ ഖുർആനിൽ നിന്നും അതുപോലെ തന്നെ പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഉള്ളത്. നോക്കൂ, ഇവിടെ അബ്ദുറഹ്മാൻ എന്ന വ്യക്തി ഇസ്ലാം സ്വീകരിച്ചതാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ മാതാവ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അവരുടെ ബന്ധത്തിന് യാതൊരു തകരാറുമില്ല എന്ന് മാത്രമല്ല, അബ്ദുറഹ്മാൻ അമ്മയുടെ അടുത്തേക്ക് പോകാറുണ്ട്, അമ്മയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്, അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എന്തെല്ലാം ചെയ്തു കൊടുക്കണോ അതെല്ലാം ഒരു മകൻ എന്ന നിലക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അതിനൊരു പ്രേരണ എന്നുള്ളത് സൃഷ്ടാവിൻ്റെ അനിസ്കുറുലി വലി വാലിദൈക്ക, നിങ്ങൾ എനിക്ക് നിങ്ങളെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യുക, ആ കൽപ്പനയാണ്. അപ്പം ഇത്തരത്തിൽ സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു പരത്തുന്നത് ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ഒരു അജണ്ടയാണ് എന്നുള്ളത് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. യാഥാർത്ഥ്യം ഇത്തരം ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാം എന്ന് പറയുന്നത്, ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ അതിൻ്റെ അധ്യാപനങ്ങളിൽ നിന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളിൽ നിന്നും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയുടെ ജീവിതത്തിലെ അധ്യാപനങ്ങളിൽ നിന്നുമെല്ലാമാണ് ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ അടുത്തറിയേണ്ടത്. താങ്കൾക്ക് മാതാവിനോട് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? അതിനുശേഷം എങ്ങനെയായിരുന്നു? പലപ്പോഴും അമ്മയുമായി കയർത്ത് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്, അച്ഛനുമായി കയർത്ത് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിന് ശേഷം ഒരിക്കലും എനിക്ക് അങ്ങനെ സംസാരിക്കാൻ, ഇസ്ലാം പറഞ്ഞതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് രണ്ടിലൊരാൾക്ക് വയസ്സായി കഴിഞ്ഞാൽ അവരോട് ഛേ എന്നൊരു വാക്ക് പോലും പറയരുതെന്ന് റബ്ബിൻ്റെ കൽപ്പനയാണല്ലോ. മാഷാ അല്ലാഹ്. അപ്പോൾ അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും മാഷാ അല്ലാഹ് അന്ന് എൻ്റെ അമ്മേനോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നു. മാഷാ അല്ലാഹ് ഉമ്മ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കും. എന്ത് തിരക്കുണ്ടെങ്കിലും ഉമ്മ പറഞ്ഞ കാര്യത്തിന് പ്രാധാന്യം നൽകും. വലിയ മാറ്റമാണ് ഇസ്ലാമിലൂടെ എനിക്കതിൽ കിട്ടിയത്. മാഷാ അല്ലാഹ്. അബ്ദുറഹ്മാൻ്റെ അച്ഛനും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഇല്ല, എൻ്റെ അച്ഛൻ മരണപ്പെട്ടതാണ്. മരണപ്പെടുന്ന സമയത്ത് ഞാൻ ജയിലിലായിരുന്നു. അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ? അന്ന് ഇസ്ലാം
ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ വാപ്പാക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ജയിലിൽ പോയപ്പോഴാണ്, ഞാൻ പറഞ്ഞു ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ മാതാപിതാക്കളോട് ചെയ്ത നന്ദികേടിനെ കുറിച്ച് ഞാൻ പഠിക്കുന്നത്. അപ്പം പലപ്പോഴും കോടതിയിലൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ അച്ഛനോട് സംസാരിച്ചിരുന്നു. പിന്നെ അച്ഛൻ കുറച്ച് മദ്യപാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ അതിൻ്റെ തെറ്റുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. എല്ലാം പറഞ്ഞ് തിരുത്തി നല്ലൊരു സന്തോഷമുള്ള ജീവിതം നയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മനുഷ്യൻ അങ്ങനെയാണല്ലോ, ആഗ്രഹം നമ്മൾ ആഗ്രഹിക്കാതെ മരണമെന്ന വലിയ സത്യം നമ്മളെ പിടികൂടുമല്ലോ. ജയിലിലേക്ക് ഒരു വ്യക്തി തിരിച്ചു വരുന്ന ഒരു വ്യക്തി, രണ്ട് വ്യക്തികളാണ്. ഒരു വ്യക്തി തന്നെയായിരുന്നുവെങ്കിലും രണ്ട് വ്യക്തിത്വമാണ് തിരിച്ചു വരുന്നത്. തീർച്ചയായിട്ടും അവിടെ നമ്മൾ ജയിലിലേക്ക് പോകുമ്പോൾ അധാർമികതയിലായിരുന്നു, തിരിച്ചു വരുമ്പോൾ നല്ലൊരു മനുഷ്യനായി തിരിച്ചു വന്നു എന്നുള്ള രീതിയിലാണോ സമൂഹം കണ്ടത്? ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് എപ്പോഴും മോശപ്പെട്ട അനുഭവങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളൂ. കാരണം എന്തായിരുന്നു? കാരണം നമ്മൾ സ്വീകരിച്ച ഈ ആദർശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മോശത്തരത്തിൽ ജീവിക്കുന്ന സമയത്ത് എല്ലാറ്റിനും നമുക്ക് കൂട്ടു നിന്നിരുന്ന ആളുകൾ പോലും ഈ ഒരു കാര്യം പറയുമ്പോൾ അത് അവർക്ക് അനിഷ്ടകരമായി തോന്നുന്ന ഒരു അവസ്ഥ. ഇസ്ലാം സ്വീകരിച്ചു എന്നതായിരുന്നു അടിസ്ഥാനപരമായ പ്രശ്നം. അതെ 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 എത്ര നല്ലവനായാലും ഈ ഒരു രീതി സ്വീകരിക്കുമ്പോൾ ഇപ്പോൾ ഒരു പക്ഷേ അടുത്ത ആളുകൾ പോലും പറയും, നീ നല്ല കുട്ടിയായത് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്, പക്ഷേ നീ മതം മാറ്റിയത്, മതം മാറിയത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയും. പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല, ഈ മതമാണ്, ഈ മതത്തിൻ്റെ നിയമമാണ് എന്നെ ഒരു മനുഷ്യനാക്കി എന്നുള്ളത്. എൻ്റെ ഉമ്മാനെ നോക്കണം എന്ന് എൻ്റെ കടമ മാത്രമല്ല, ഇത് കൽപ്പനയാണ്. കടമ മാത്രമാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. ഇത് നിയമമാണെങ്കിൽ ഞാൻ അത് അനുസരിക്കേണ്ടതല്ലേ. അത് സൃഷ്ടാവ് നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ അനുസരിച്ചാൽ മാത്രമാണ് നാളെ റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് നന്നാവാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു പിന്നെ ആ റബ്ബിൻ്റെ നിയമങ്ങളാണ് ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്ക്, ഈ പരിശുദ്ധമായ ജീവിതത്തിലേക്ക് എന്നെ നയിച്ചത്. തീവ്രവാദത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. ഇസ്ലാം തീവ്രവാദം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം അൽഹംദുലില്ലാഹ് ഞാൻ പറഞ്ഞല്ലോ, അകാരണമായി ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിൻ്റെ പ്രതിഫലമാണ് നാളെ റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. ആരെങ്കിലും മനുഷ്യനെ കൊല്ലാൻ നിൽക്കുമോ? ഇനി ഒരാളെ രക്ഷപ്പെടുത്തിയാലോ, ഒരാൾ ഭക്ഷണമില്ല, വീടില്ല, അതല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുകയാണെങ്കിൽ അവനെ രക്ഷപ്പെടുത്തിയ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുക. ഒരു മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യൻ എന്താ ചെയ്യുക? മനുഷ്യനെ രക്ഷപ്പെടുത്താനാ നോക്കുക. അബ്ദുറഹ്മാൻ ഉണ്ണികൃഷ്ണനായിരുന്ന സമയത്ത് അബ്ദുറഹ്മാന് ഈ ഒരു ധാരണ ഉണ്ടായിരുന്നു ഇസ്ലാമിനെ കുറിച്ച് തീവ്രവാദത്തിന്റെ ഒരു മതമാണ് എന്നുള്ള? ഞാൻ ഇന്ന് കാണുന്നത് പോലെ തന്നെ താടി വളർത്തി നിസ്കാര താഴ്മ്പൊക്കെ ഉള്ള ആളുകളെ കണ്ട സത്യത്തിൽ എനിക്കും പേടിയായിരുന്നു. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ഏറ്റവും വലിയ സാഹോദര്യത്തിൻ്റെ ഒരു വാക്ക്, യാ യുഹന്നാസ്. ഞാൻ നേരത്തെ പറഞ്ഞു, നാസ് എന്ന പദം മനുഷ്യരേന്നാണ്. അതായത് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരും ഇന്ന് ജീവിക്കുന്നവരും വരുന്നതുമായ എല്ലാവരിലേക്കും നൽകപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ എന്നുള്ളത് ഖുർആനിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. യാ യുഹന്നാസ് ഇന്ന ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ. അല്ലയോ മനുഷ്യരെ, നിങ്ങളെ ഞാൻ ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചതാണ്. നമ്മളെല്ലാവരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഭീകരവാദം ചെയ്യാൻ കഴിയുക, തീവ്രവാദം ചെയ്യാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. പിന്നെന്താ വെച്ചാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്ന അക്റമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ആരാണ് തഖ്വ, സൂക്ഷ്മത പാലിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, തെറ്റ് ചെയ്യാൻ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഒരുപാട് ലാഭം കിട്ടുന്ന വിഷയമായിട്ടും എൻ്റെ റബ്ബ് ഇത് കാണുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ മാറി നിൽക്കുന്ന, തഖ്വ വെക്കുന്ന ആളുകൾക്ക് റബ്ബുമായിട്ട് കൂടുതൽ ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കറുത്തവന് വെളുത്തവനെക്കാട്ടിലോ, വെളുത്തവന് കറുത്തവനെക്കാട്ടിലോ, അറബിക്ക് അനറബിയെക്കാട്ടിലോ ഒരു പ്രാധാന്യവും മനുഷ്യർക്കിടയിൽ ദൈവം തന്നിട്ടില്ല. അപ്പം നാം ഇന്ന് വിശ്വസിച്ച് ആചരിച്ചു വരുന്ന വിശ്വാസാദർശങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ജനിച്ചപ്പോൾ നമുക്ക് കിട്ടിയതാണെങ്കിൽ നമ്മളത് സത്യമാണോ അസത്യമാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് നാളെ നമ്മളുടെ പരലോക മോക്ഷത്തിന് വേണ്ടി നമ്മളുടെ കടമയായിട്ടുള്ളതാണ്. അത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മം ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങണമെന്ന് പരിശോധിക്കാൻ, സൃഷ്ടാവിലേക്ക് മടങ്ങണമെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ജീവിതവും മരണവും നമുക്ക് നൽകിയത്. ആ ജീവിതം നമ്മൾ തുടങ്ങിയത് മുതൽ എന്താണ്, വെക്കുന്ന ഓരോ ചുവടും ദുനിയാവിലെ ഭൂമിയിലെ ജീവിതം പിറകോട്ട് പോവുകയും പരലോക ജീവിതം അടുത്തു വരികയാണ്. താങ്കൾ അമ്മയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. അതിലുപരി സഹോദരിമാർ, അതുപോലെ തന്നെ മറ്റു ബന്ധുമിത്രാദികൾ, ഇവരെല്ലാം താങ്കൾ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഇവരോടുള്ള സമീപനം, ഇവർ തിരിച്ച് താങ്കളോടുള്ള സമീപനമൊക്കെ എങ്ങനെയാണ്? തിരിച്ചിങ്ങോട്ട് കിട്ടുന്ന സമീപങ്ങൾ അല്ലെങ്കിൽ സമീപനങ്ങൾ ഞാൻ വില വെക്കാറില്ല. എന്നോട് സ്നേഹിക്കാൻ പറഞ്ഞു, പടച്ചോൻ പറഞ്ഞു, ഞാൻ ആ രീതിയിൽ അവരെ സ്നേഹിക്കുന്നുണ്ട്. താങ്കൾക്ക് ഒരു പ്രയാസം നേരിടുന്ന സമയത്ത്, നമുക്കൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പ്രയാസങ്ങൾ ഉണ്ടാവുന്നതും ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പ്രയാസങ്ങൾ നേരിട്ടതും
ഏതൊരു നിലക്കാണ് അതിനെ താങ്കൾ നോക്കിക്കാണുന്നത്? ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പ്രയാസങ്ങൾ വന്നാൽ താങ്ങാൻ കഴിയാത്ത വിരഹങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇന്ന് നമുക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അൽഹംദുലില്ലാ റബ്ബ് നൽകിയതാണ്, റബ്ബിൻ്റെ പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ 2 തരത്തിൽ എനിക്ക് വിജയിക്കാൻ കഴിയും. വസ്തഈനു ബിസ്സബർ വസ്വല, നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും റബ്ബിൻ്റെ സഹായം തേടൽ. അപ്പോൾ മുസീബത്തുകൾ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് തുടർ ജീവിതത്തിന് പ്രചോദനം നൽകുന്നത് ഖുർആന്റെ വചനങ്ങളാണ്. മനസ്സ് ശാന്തമാകാനും യഥാർത്ഥത്തിൽ അതുകൊണ്ട് അലാ ബിദിക്രില്ലാഹി തത്മഈനുൽ ഖുലൂബ്, റബ്ബിൻ്റെ സ്മരണ കൊണ്ട് സൃഷ്ടാവായ ദൈവത്തിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടല്ലാതെ മനസ്സ് ശാന്താവില്ല എന്നാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. താങ്കളുടെ കുടുംബജീവിതം എങ്ങനെയാണ്? മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ, എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ മക്കൾ മാഷാ അല്ലാഹ്. അതുപോലെ തന്നെ എൻ്റെ സഹധർമ്മിണി മൂത്താള് ഫാത്തിമത്ത് സെഹറ മാഷാ അല്ലാഹ്. എൻ്റെ മോൾക്ക് 10 വയസ്സ് കഴിഞ്ഞു മാഷാ അല്ലാഹ്. അതുപോലെ തന്നെ ചെറിയ മോള് ഫാത്തിമത്ത് സൻഹ, അവൾക്ക് 4 വയസ്സായി. പിന്നെ സഅദ് ബിൻ അബ്ദുറഹ്മാൻ ചെറിയ മോനാണ്, 6 മാസം പ്രായമായി മാഷാ അല്ലാഹ്. അവരൊക്കെ അള്ളാഹുവിൻ്റെ ദീന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന നല്ല മക്കളാക്കണം എന്നുള്ളതാണ് ആഗ്രഹം. വളരെയധികം നന്ദിയുണ്ട് അബ്ദുറഹ്മാൻ, താങ്കളുടെ സത്യാന്വേഷണത്തിൻ്റെ വിവരണങ്ങൾ നമുക്ക് പകർന്നു തന്നതിന്. അവസാനമായി പ്രേക്ഷകരോട് എന്താണ് പറയുവാനുള്ളത്? എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിന് വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് നമ്മെ പഠിപ്പിക്കേണ്ടത് നമുക്ക് ജീവിതം നൽകിയ സൃഷ്ടാവ് മാത്രമാണ്. പലരും നിർബന്ധിത മതപരിവർത്തനത്തെക്കുറിച്ച് പറയാറുണ്ട്. മതം എന്നുള്ളത് നമ്മളൊരു ഷർട്ട് മാറുന്നത് പോലെ, നമ്മൾ വാഹനം മാറുന്നത് പോലെ മാറാൻ കഴിയുന്നതൊന്നുമല്ല. തീർച്ചയായിട്ടും അത് മനസ്സിൻ്റെ തീരുമാനമാണ്. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ എന്ന പ്രാർത്ഥന. ഭൂമിയിൽ എനിക്ക് എല്ലാവരോടും കടമകളുണ്ട്, ആ കടമകൾ ഞാൻ നിറവേറ്റുമെന്ന മനസ്സിൻ്റെ തീരുമാനമാണ് മതം. പരിശുദ്ധമായ ഖുർആനിലൊരു വചനം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. റബ്ബ്, സൃഷ്ടാവായ റബ്ബ് പറയുകയാണ്, അവൻ പുറത്തു തരാത്ത, ദൈവം പുറത്തു തരാത്ത ഒരേ ഒരു തെറ്റ് അവനല്ലാത്ത മറ്റു വസ്തുക്കളോട് പ്രാർത്ഥിക്കുന്നതാണ്. വയൗഫിറു മാദൂന ദാലിക ലിമൻ യശാ. മറ്റുള്ളതെല്ലാം ആ മനുഷ്യന് അവൻ്റെ രക്ഷിതാവ് പുറത്തു കൊടുക്കും. അത് എത്രത്തോളം എന്നാൽ, ഒരു കുഞ്ഞിനോട് അതിൻ്റെ മാതാവ് കാണിക്കുന്ന കാരുണ്യത്തെക്കാൾ 70 ഇരട്ടി കാരുണ്യം റബ്ബ് നമ്മളോട് കാണിക്കുന്നുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന മറ്റ് തെറ്റുകൾ റബ്ബ് സുബ്ഹാനഹു നമുക്ക് പുറത്തു നൽകും. തീർച്ചയായിട്ടും അവൻ പൊറുക്കാത്ത കാര്യം ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അവനല്ലാത്ത വസ്തുക്കളോട്, സൃഷ്ടികളോട്, വ്യക്തികളോട്, ശക്തികളോട് പ്രാർത്ഥിക്കുന്നതാണ്. വിശ്വാസം അത് പ്രമാണബന്ധിതമാണോ എന്ന് പരിശോധിക്കണമെന്ന് റബ്ബിൻ്റെ മാർഗത്തിൽ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.